ഹലോ കൂട്ടുകാരെ, ഇവയുടെ ഔഷധമൂല്യം അറിയാതെ പോകരുതേ നമ്മൾ. ചെടിയായിട്ട് കാണുന്നത് കീഴാർനെല്ലിയാണ്. കീഴാർനെല്ലി വളരെ ഔഷധമൂല്യമുള്ള ഒരു സസ്യമാണ്. കീഴാർനെല്ലി സമൂലം അരച്ച് പാലിൽ കഴിക്കുന്നത് എത്ര കടുത്ത മഞ്ഞപ്പിത്തത്തിനുള്ള ഒരു ഒറ്റമൂലിയാണ്. ഒരു ദിവസം നമ്മൾ കഴിച്ചാൽ മതി. ജീരകവും കീഴാർനെല്ലിയും സമൂലം അരച്ച് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ അരച്ചെടുത്ത് അത് പച്ച പാലിൽ കലക്കി കുടിക്കുകയാണെങ്കിൽ മഞ്ഞപ്പിത്തം പൂർണ്ണമായും ശമിക്കുന്നതാണ്. പിന്നെ മഞ്ഞപ്പിത്തത്തിൻ്റെ പഥ്യമെടുത്ത് 10-15 ദിവസം നമ്മൾ വിശ്രമിച്ച് കഴിയുമ്പോഴേക്കും മഞ്ഞപ്പിത്തം പൂർണ്ണമായും മാറുന്നതാണ്. അതുപോലെ നമ്മൾ കാണുന്നതാണ് മഞ്ഞൾ വളരെ ഔഷധമൂല്യമുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കറികളിൽ പ്രധാനമായിട്ടും ചേർക്കുന്നു, അല്ലേ? കറികളിലൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭക്ഷണ വിഭവമാണ് നമ്മുടെ മഞ്ഞൾ. പിന്നെ മഞ്ഞളിൻ്റെ ഒരു ഔഷധ ഗുണം പറയുകയാണെങ്കിൽ, മഞ്ഞളിൻ്റെ പൊടിയിട്ട് സ്ഥിരമായിട്ട് പല്ല് തേക്കുകയാണെങ്കിൽ നമ്മുടെ എത്ര കടുത്ത പല്ലുവേദനയും 1 മാസം കൊണ്ട് ശമിക്കുന്നതാണ്. 1 മാസം കൊണ്ട് മാറുന്നതാണെന്ന് തന്നെ നമുക്ക് പറയാം. സ്ഥിരമായി നമ്മൾ പൽപ്പൊടിക്ക് പകരം അല്പം മഞ്ഞൾപ്പൊടി എടുക്കുക, അല്ലെങ്കിൽ പൽപ്പൊടിയോട് ഒപ്പം അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നമ്മളത് സ്ഥിരമായിട്ട് തേച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എത്ര കടുത്ത പല്ലുവേദനയാണെങ്കിലും അത് 1 മാസം കൊണ്ട് മാറുന്നതാണ്. പിന്നീട് നമുക്കറിയാം, മഞ്ഞൾ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഔഷധമൂല്യമാണ് കുർക്കുമിൻ എന്ന് പറയുന്നത്. അത് വളരെയധികം രോഗപ്രതിരോധ ശേഷി നമുക്ക് നൽകുന്നു. ക്യാൻസറിനെ പോലും തടയാൻ കഴിവുള്ളതാണ് ഈ കുർക്കുമിൻ എന്ന് പറയുന്ന ഔഷധമൂല്യത്തിന് മഞ്ഞളിലുള്ളത്. അപ്പോൾ നമ്മൾ കൊച്ചു കുട്ടികൾക്കൊക്കെ ചുമ വരുമ്പോൾ തേനിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട്. അല്പം തേനെടുത്ത് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് സ്ഥിരമായി കഴിക്കുന്നത് എത്ര കടുത്ത ചുമയും കുട്ടികളുടെ കടുത്ത ചുമയും മാറി നിൽക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പാല് തിളപ്പിച്ച പാലിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് അല്പം മഞ്ഞൾപ്പൊടി, ഒരുപാട് ഇടരുത് കേട്ടോ, ഒരു സ്വല്പം മാത്രമേ ഇടാവുള്ളൂ, ഒരു നുള്ളു മാത്രം ഇട്ട് ചേർത്ത് സ്ഥിരമായി കുടിക്കുന്നത് നമ്മുടെ കഫക്കെട്ട് ഒഴിവാക്കി കിട്ടുന്നതിന് നമുക്ക് സഹായകമാണ്. അതുപോലെ നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന്, അതുപോലെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവ്, നീർക്കെട്ട് എന്നിവ ഉണങ്ങുന്നതിനും ഈ പച്ചമഞ്ഞളും പേരയുടെ ഇലയും അതുപോലെ മുരിങ്ങക്കാ ചെടിയുടെ ഇലയും കൂടി ചേർത്ത് നന്നായിട്ട് കുഴമ്പ് രൂപത്തിൽ അരച്ച് അത് നീർക്കെട്ടുള്ള ഭാഗത്ത് പറ്റുന്നത് വളരെ ഉത്തമമാണ്. 2 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ആ നീർക്കെട്ട് വലിഞ്ഞു പോവും, നീർക്കെട്ടും വേദനയും മാറും. അതുപോലെ മഞ്ഞളിനെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് തീരാത്ത അത്ര ഔഷധ മൂല്യമുള്ള ഒരു ചെടിയാണ് മഞ്ഞൾ. അതുപോലെ കീഴാർനെല്ലി